അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ നിറം ചെറുതായിട്ടൊന്ന് മാറട്ടെ. കശുവണ്ടിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. കശുവണ്ടി 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒന്ന് റോസ്റ്റായി വരട്ടെ. ഈ ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരണം. അപ്പോൾ കശുവണ്ടി ഉണക്കമുന്തിരി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വരുന്ന സമയത്ത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് റോസ്റ്റായി വരേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തേങ്ങ നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തേങ്ങ അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ഞാനിപ്പോൾ ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു 4 ഏലക്ക അതിൻ്റെ തുണ്ട് മാറ്റിയിട്ട് ഇടികല്ലുകൊണ്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കാത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഏലക്ക ഒരു 4 ഏലക്ക തല്ലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് ആദ്യം മാറ്റി വെച്ചില്ലേ കശുവണ്ടിയും ഉണക്കമുന്തിരിയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കളറിലുള്ള ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറി ചേർക്കുന്നില്ല. 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡാണ്. ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 5 ബ്രെഡെങ്കിലും എടുക്കുക. ഇതിന്റെ ബ്രൗൺ ഭാഗമൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ കൈകൊണ്ട് മുറിച്ചെടുത്ത ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് കുരു മാത്രം ഒന്ന് ചതച്ചിട്ടെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. മുഴുവനും അങ്ങ് ഒഴിക്കേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ പാല് മാറ്റിയിട്ട് ബാക്കി പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടകളൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ബ്രെഡിന്റെ സൈസിനനുസരിച്ച് പാലിന്റെ അളവിന് വ്യത്യാസം വരും.
ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ 1/2 കപ്പ് പാലിന്റെ ആവശ്യമില്ല. ഞാൻ എടുത്ത മുഴുവൻ പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1/2 കപ്പ് പാലെടുത്തതിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലിന്റെ ആവശ്യമില്ല. നമ്മളെടുത്ത ബ്രെഡിന് ഇത്രയും പാലിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പൊ ഞാൻ എന്താ ഒരു തവ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പഴയ തവ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇനി ഇതിന്റെ പുറത്ത് ഒരു സോസ് പാനോ എന്തെങ്കിലും അടികട്ടിയുള്ള ഒരു പാത്രമോ വെച്ച് കൊടുക്കുക. ഇനി ഈ സോസ് പാൻ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബ്രെഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മിക്സ് ഇല്ലേ, ബ്രെഡിന്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ബ്രെഡിന്റെ മിക്സ് അതിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പൊ നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വെക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ ആ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി വെച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. വിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറൊരു പാന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തരിപ്പുണ്ട്. നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള പോള ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ മുറിക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്